തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനെയും അമ്മ ശ്രീതുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യും. അമ്മ ശ്രീതുവിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹരികുമാറിനും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുവെന്ന് കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകി. സാജിദ് അജ്മൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, ഈ സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട്, ഇതിൽ ഹരികുമാറിനും പങ്കുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണോ ഇപ്പോൾ ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? അമൃത, തീർച്ചയായും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈ ശ്രീതു നടത്തിയിട്ടുള്ളത്. അതിൽ ശ്രീതുവിന് ഈ ഹരികുമാറിന്റെ കൂടി പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇത് കൂടാതെ പുറത്തുനിന്നുള്ള പലരുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പിൽ ആളുകളെ ഈ പറഞ്ഞ് പറ്റിക്കുന്നതിനായി ഈ ഹരികുമാറും കൂട്ടുനിന്നു. പല ആളുകളെയും ഹരികുമാറാണ് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനായി രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. അട്ടക്കുളങ്ങര ജയിലിലാണ് നിലവിൽ ശ്രീതു ഉള്ളത്. അതുപോലെ തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ നെയ്യാറ്റിൻകര സബ് ജയിലിലാണ് ഹരികുമാർ ഉള്ളത്. ഹരികുമാറിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. ഇരുവരെയും ഒരുമിച്ച് തന്നെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ചോദ്യം ചെയ്യാം. ഇത് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വ്യക്തത വരാൻ സഹായകരമാകും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ദേവസ്വം ബോർഡിന്റെ പേരിലാണ് വ്യാപക തട്ടിപ്പ് നടത്തുന്നത്, ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അമൃത, സാജിദ്, ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ പുറത്തുവരുന്ന സമയത്താണോ ഇവർക്കിത് മനസ്സിലാകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം, ഈ ശ്രീതു എന്ന ആ യുവതി ഒരിക്കലും ദേവസ്വം ബോർഡിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ പേരിൽ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നതായി തങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ശ്രീതു പറഞ്ഞിരുന്നത് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഉയർന്ന തസ്തികയിലാണ് താൻ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നീട് താൽക്കാലിക ജീവനക്കാരിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും ഒരു കാലത്തും ശ്രീതു ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഇത്തരം തട്ടിപ്പുകൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അമൃത.